കാറ്റടിച്ചു. തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി, തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി, നടത്തിയ വഴികൾ നീ ഓർത്താൽ വൻമഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. വൻമഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും, യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. ചെങ്കടൽ മൂടട്ടെ, തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ചെങ്കടൽ മൂടട്ടെ, തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ക്ഷീണിതയാകുമ്പോൾ പ്രത്യാശാഗാനങ്ങൾ എന്നാവിലെന്നും ഉയർന്നിടുമേ. ക്ഷീണിതയാകുമ്പോൾ പ്രത്യാശാഗാനങ്ങൾ എന്നാവിലെന്നും ഉയർന്നിടുമേ. കുശവന്റെ കയ്യാൽ പണിതിടും നേരം മറ്റാരും അറിഞ്ഞില്ലെന്നെ. കുശവന്റെ കയ്യാൽ പണിതിടും നേരം മറ്റാരും അറിഞ്ഞില്ലെന്നെ. ക്ഷീണിതയാകട്ടെ, കണ്ണു നിറയട്ടെ, നിൻ മഹത്വം ഞാൻ ദർശിക്കുവാൻ. ക്ഷീണിതയാകട്ടെ, കണ്ണു നിറയട്ടെ, നിൻ മഹത്വം ഞാൻ ദർശിക്കുവാൻ. തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി, തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി, നടത്തിയ വഴികൾ നീ ഓർത്താൽ വൻമഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. വൻമഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക്
എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ദൈവമക്കൾക്കും സ്വാഗതം. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കാലേബിന് ദൈവം കൊടുത്ത ഈ വരികൾക്കും സംഗീതത്തിനുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പാട്ട്, ആ വരി എൻ്റെ അനുഭവമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒരു സാക്ഷ്യമാണ്. നിങ്ങളോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അങ്ങനൊരു സമൂഹം എല്ലായിടത്തും ഉണ്ട്. അങ്ങനൊരു സമൂഹത്തെ മോശ ഫേസ് ചെയ്തിരുന്നു. അങ്ങനൊരു സമൂഹത്തെ ജോസഫ് ഫേസ് ചെയ്തിരുന്നു. അങ്ങനൊരു സമൂഹത്തെ ശിംശോൻ ഫേസ് ചെയ്തിരുന്നു. അങ്ങനൊരു സമൂഹത്തെ എല്ലാ ബൈബിൾ കഥാപാത്രങ്ങളും വ്യക്തിത്വങ്ങളും അഭിഷിക്തന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരും ഫേസ് ചെയ്തിരുന്നു. എന്തിനേറെ പറയുന്നു, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പോലും അത് ഫേസ് ചെയ്തിരുന്നു. ഫേസ് ചെയ്യുക മാത്രമല്ലല്ലോ, അവനെ തകർത്തില്ലേ, അവനെ ക്രൂശിച്ചില്ലേ, കൊന്നുകളഞ്ഞില്ലേ. പക്ഷേ തകർത്ത് കളയാൻ പിതാവിന് മനസ്സില്ലായിരുന്നല്ലോ. തീർത്ത് കളയാൻ പദ്ധതികൾ ഒരുക്കിയവരുടെ മുമ്പിൽ പിതാവായ ദൈവം മൂന്നാം നാൾ പുത്രനെ ഉയർപ്പിച്ചില്ലേ. അതെ, നീ തകർന്നിടുവാൻ നോക്കി നിന്നവരെല്ലാം ലജ്ജിക്കുന്ന ഒരു കാലഘട്ടം, അത്ഭുതപ്പെടുന്ന ഒരു കാലഘട്ടം, അതിശയത്തോടെ നോക്കുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന് തുറക്കാൻ കഴിയും. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. ജോസഫിന്റെ പരാജയം കാണാൻ ആഗ്രഹിച്ച സഹോദരങ്ങൾക്ക് പിന്നത്തേതിൽ ജോസഫിനെ ആശ്രയിക്കേണ്ടി വന്നെങ്കിൽ, മോശയെ തകർത്ത് കളയാൻ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ചിന്തിച്ച ഫറവോയ്ക്ക് മോശയുടെ മുൻപിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ട് അമ്പരന്ന് നിൽക്കേണ്ടി വന്നെങ്കിൽ, യേശുവിനെ ക്രൂശിച്ചവർക്ക് അവൻ്റെ ഉയർപ്പിൻ്റെ വാർത്ത കേൾക്കേണ്ടി വന്നെങ്കിൽ, നിശ്ചയമായിട്ടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുൻപിലും വിശാലമായ വാതിൽ ദൈവം തുറക്കും. ഗ്രേറ്റ് ഡോർ. ഇത് പൗലോസ് പറഞ്ഞൊരു വാക്കാണ്. വിശാലവും സഫലവുമായ വാതിൽ അവൻ എനിക്ക് തുറന്നിരിക്കുന്നു. ഈ എതിരാളികൾ പലയിടത്തുമുണ്ട്, പലരുമുണ്ട്. ഐ ഡോണ്ട് കെയർ. പക്ഷേ എനിക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വാതിലുകൾക്കായി സ്തോത്രം. എനിക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വഴികൾക്കായി സ്തോത്രം. ഈ മെസ്സേജ് കേൾക്കുന്ന, എന്നെ കാണുന്ന, ഈ പാട്ടും പ്രസംഗവും എന്ന പ്രോഗ്രാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കാൻ കർത്താവിന് കഴിയും. നിങ്ങൾ ഒരു ബ്രോക്കൺ വെസലാണ്. നിങ്ങളൊരു തകർന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് ഈ വരികൾ നിങ്ങളെ സ്പർശിച്ചത്. തകർന്നവരെ ഈ വരികൾ സ്പർശിക്കുന്നുണ്ട്, എനിക്കതറിയാം. ഈ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ അരികിൽ ഒലിവുമലയിൽ ആ ദേവാലയത്തിൽ ഒരു പാപിനിയായ സ്ത്രീയെ കയ്യിൽ കല്ലും എടുത്ത് പിടിച്ച് ഒരു കൂട്ടം ആൾക്കാർ ഒരു തെരുവ് നായെ പോലെ ഓടിച്ച് ദേവാലയത്തിൽ യേശു കർത്താവിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് നിർത്തി. നമുക്കറിയാം, നിങ്ങളിൽ പാപം ഇല്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞു. മൂത്തവരും ഇളയവരും മനസ്സാക്ഷിയുടെ ആക്ഷേപം ഏതുവായി കല്ലുകൾ താഴെയിട്ട് അവർ തിരിച്ചുപോയി. അതൊക്കെ നമുക്കറിയാവുന്ന ഒന്നാണ്. പക്ഷെ ഏറ്റവും ഒടുവിൽ ഇങ്ങനെയാണ് ഞാൻ അവിടെ കാണുന്നത്. യേശുവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു അവളോട് ചോദിക്കുന്നുണ്ട്, സ്ത്രീയെ, നിന്നെ എറിയാൻ വന്നവർ എവിടെ? ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ? ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പോക, ഇനി നീ മേലിൽ പാപം ചെയ്യരുത്. നിങ്ങൾക്കൊരു സത്യം അറിയുമോ? ഈ സ്ത്രീയുടെ ജീവിതം പൂർണ്ണമായി രൂപാന്തരപ്പെട്ടു. അവൾ ഒരത്ഭുത വ്യക്തിത്വമായി മാറി. അവളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മൂലകാരണമായ പാപം പരിഹരിക്കപ്പെട്ടു പാപവിമോചകനായ ക്രിസ്തുവിലൂടെ. അതുകൊണ്ടാണ് ആ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞത്, കർത്താവേ, കർത്താവേ, നോ മാൻ ലോർഡ്, ആരുമില്ല കർത്താവേ, ഒരു മനുഷ്യർക്കും എന്നെ അറിയാൻ പറ്റിയില്ല, കർത്താവേ ലോർഡ് എന്ന് യേശുവിനെ അവൾ വിളിച്ചതിൻ്റെ കാരണം യേശു അവളുടെ വിമോചകനും രക്ഷകനുമാണ് എന്ന അവളുടെ അനുഭവത്തിൽ നിന്നാണ്. പാപിനിയായവൾ സുവിശേഷകയായോ?
ആരാണ് കാരണം? അവൾ തകർന്നവളാണെന്നും അവൾ പലരെയും തകർത്തവളാണെന്നും അവൾ പാപിയാണെന്നും വിധി എഴുതി കയ്യിൽ കല്ലുമെടുത്ത് പിടിച്ച് അവളെ ഓടിച്ചോണ്ട് വന്ന ഒരു കൂട്ടം ആൾക്കാർ തന്നല്ലേ അവളുടെ വിടുതലിനായി ദൈവം ഉപയോഗിച്ചത്? അവരല്ലേ അവൾ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്? ഉച്ചയ്ക്ക് 12 മണിക്ക് പൊള്ളുന്ന വെയിലത്ത് ചൂടുള്ള സമയത്ത് ശമരിയ പട്ടണത്തിൻ്റെ പഞ്ചായത്ത് പബ്ലിക് കിണറിൻ്റെ സൈഡിൽ യേശു കർത്താവ് ഇരിക്കുമ്പോൾ ജീവിതം തകർന്ന, കുടുംബം തകർന്ന, എല്ലാ മൂല്യങ്ങളും തകർന്ന 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഇപ്പോഴുള്ള ഭർത്താവല്ലാതിരിക്കുന്ന ഒരു സഹോദരിയെ ശമരിയ പട്ടണത്തിൻ്റെ ഉണർവിന് കാരണക്കാരിയാക്കി ദൈവം ഉപയോഗിച്ചില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ, ശത്രു നിങ്ങൾക്കെതിരെ എടുത്ത കല്ലുകളെ ദൈവം നിങ്ങളുടെ നന്മയ്ക്കാക്കി ഉപയോഗിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നിങ്ങൾക്കെതിരെ വരുന്ന കല്ലുകളെ ദൈവം പൂക്കളാക്കി മാറ്റും. നീ തകർന്നിടുവാൻ നോക്കി നിൽക്കുന്നവരെല്ലാം കാണാൻ പോവുകയാണ് ദൈവം നിന്റെ മുമ്പിൽ തുറക്കുന്ന വിശാലമായ വാതിലുകൾ, അനുഗ്രഹങ്ങൾ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോ